രാവിലെ തന്നെ മീനിന് തീറ്റ ഇട്ട് കൊടുക്കലാണ് പരിപാടി. അന്ന് നന്നാക്കിയ സോട്ടയിലെ ടാങ്കാണ് കേട്ടോ അത്. ഇതിനകത്ത് കുറച്ച് കാർപ്പും കൂടി ഉണ്ട്. ഈ ഒരു ടാങ്കിൽ ഗൗരാമീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ബ്രീഡ് ആവാനായ രണ്ടുപേരുണ്ട് അതിനകത്ത്. ഇന്ന് എനിക്ക് മേപ്പാട് റൂട്ടിലാണ് കേട്ടോ ഡ്യൂട്ടി. ഈ തേയിലക്കാടിനുള്ളിലുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കുറെ നാളായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് വാങ്ങണം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ അത് തപ്പിട്ടെന്ന് അമ്പലവയലുള്ള ഒരു ഫാമിലി എത്തിയാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയത് ആന്തൂരി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അത് ഔട്ട്ഡോർ വെക്കുന്ന മോഡലും ഉണ്ട്. ഞാൻ വാങ്ങിക്കുന്നത് ഇൻഡോർ വെക്കുന്ന മോഡലുകളാട്ടോ. ഒരുപാട് വെറൈറ്റി കളർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം കൂടി വാങ്ങലൊന്നും നടക്കൂല. ഇന്ന് ഞാനൊരു 3 വെറൈറ്റി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അടുത്ത ദിവസം വരുമ്പോഴും ബാക്കി വാങ്ങാൻ. പ്ലാന്റ് വെക്കാനുള്ള പോട്ടും കൂടി കൂട്ടത്തിൽ വാങ്ങിയായിരുന്നു. ഈ പൂ കാണാൻ ഭയങ്കര ഭംഗിയില്ലേ. ഇത് കടമ്പ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. ഇത് സാമിയോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും വാങ്ങിയിരുന്നു. സ്കൂട്ടി ഉള്ളതുകൊണ്ട് ചെടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പോകുന്ന വഴിക്ക് എന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്തായിരുന്നു. ഇത് പനമരത്തെ സ്ഥിരം കാഴ്ച കേട്ടോ. ദേശാടന കൊക്കുകൾ. ഈ ഒരു കിളീന്റെ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൊളക്കോഴി എന്നാട്ടോ പറയുന്നത്. പോകുന്ന വഴിക്ക് ഒരു കട്ടൻ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് കൂടെ ചന്ദ്രം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കൊറിയർ വന്ന പൈപ്പ് ഇതാണ് കേട്ടോ. ഫിഷിന്റെ ടാങ്കിൽ വേസ്റ്റ് വലിച്ചു കളയാനും ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പൈപ്പുകളാണ്. വീട്ടിലെത്തിയിട്ട് ചെടിയൊക്കെ പോട്ടിലാക്കി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്തായാലും ബാക്കി ഒരു 3-4 ചെടിയും കൂടി വാങ്ങണം. എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി നാളെ കാണാം.